മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 40 KCB നേരിടുന്നു കേരള പോലീസിനെ. ഒരുപാട് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ടീമും കൂടെയാണ് കേരള പോലീസ്. IM വിജയൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിച്ചു വളർന്ന ടീം കൂടെയാണ് കേരള പോലീസ്. ആൻഡ് KCB ആൻഡ് നിജോ ഗിൽബർട്ട്. നിജോയുടെ ട്രിബിളിംഗ് പെനാൾട്ടി ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 1. നിജോ ഗിൽബർട്ട് മത്സരത്തിന്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ കണ്ടെത്തുന്നു നിജോ ഗിൽബർട്ട്. നിജോയുടെ ഈ ഒരു ഗോൾ കാണുമ്പോൾ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് സന്തോഷ് ട്രോഫി മത്സരത്തിൽ നിജോ ഗിൽബർട്ട് ഒരു സുന്ദരമായ ഗോൾ നേടിയിരുന്നു രാജസ്ഥാനെതിരെ 37ാമത്തെ മിനിറ്റിൽ. ആ ഒരു ഗോളിന് സമാനമായ ഒരു ഗോളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. നിജോയുടെ പേര് ഒരു പവർഫുൾ ഷോട്ടാണ് ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറയിച്ചുകൊണ്ട്. കഴിഞ്ഞ സീസണിൽ, അതായത് 2023-24 സീസണിൽ കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരു ഗോളിന് കേരള പോലീസിന് ജയിക്കാൻ സാധിച്ചു. മത്സരം 16 മിനിറ്റ് അടുക്കുമ്പോൾ തന്നെ 2ാമത്തെ ഗോളും KCBക്കായി നേടാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. നമ്പർ 11 ഒരു മികച്ചൊരു ഗോൾ കണ്ടെത്തുന്ന ഗോൾ അക്കാഡമിയാണ്. ആൻഡ് മടങ്ങി വരെ നല്ലൊരു അറ്റാക്ക് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് KCB. വീണ്ടും ശ്രീരാജിനെ ലക്ഷ്യം വെച്ചോണ്ട് ആൻഡ് ശ്രീരാജിന്റെ ഒരു ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 3 KCB. ശ്രീരാജിന്റെ പേരിൽ കുറിക്കപ്പെടുന്ന 2ാമത്തെ ഗോളാണ് ഇന്ന് നമ്മൾ കണ്ടത്. മികച്ചൊരു ഗോൾ തന്നെയാണ് ശ്രീരാജ് കണ്ടെത്തിയതും. മത്സരത്തിന്റെ 29ാമത്തെ മിനിറ്റിലാണ് ഒരു തകർപ്പൻ ഗോൾ കണ്ടെത്തിയത് ശ്രീരാജ്. നോക്കുക, നല്ല എക്സിക്യൂഷൻ ആയിരുന്നു അവിടെ KCB നടത്തിയത്. ഗോൾ പിടിച്ചെടുത്തുകൊണ്ട് പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ പോയിട്ടാണ് നല്ല രീതിയിൽ ട്രിബിൾ ചെയ്തുകൊണ്ട് ഒരു ഇടൻകാലൻ ഷോട്ട്. ഇത്തവണയും ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് ഷോട്ട് എടുത്തുകൊണ്ട് 19 പോയിന്റായിട്ട് മുന്നേറാവുന്നതാണ്. കേരള പോലീസിനെ സംബന്ധിച്ച് ഈ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ പരാജയമായിരിക്കും എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ. ആൻഡ് ഷിനുവിന്റെ ക്രോസ് വരികയാണ്. ഇത്തവണ വേഗത്തിൽ തന്നെ പന്ത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടെങ്കിൽ പക്ഷെ അർജുൻ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം. 4ാമത്തെ ഗോൾ കൂടെ കണ്ടെത്തുന്നു KCB അർജുനിലൂടെ. കോഴിക്കോട് സ്വദേശി വളരെ മികച്ച കളിയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് KCB. നോക്കുക, ഷിനുവാണ് അവരെ ക്രോസ് നൽകിയതും. ഷിനുവിന്റെ ക്രോസ് ആണ് ആ ഗോളിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ പന്ത് പിടിച്ചെടുത്ത് അർജുൻ പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തു നിന്നുണ്ട് ഒരു പവർഫുൾ ഷോട്ട്. വീണ്ടും ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്കാണ് നിറവൊഴിക്കുന്നത്. സജീഷിനും ഈ കളിയിൽ മെച്ചപ്പെട്ട കളി കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഗിഫ്റ്റിയിലേക്ക് അവിടുന്ന് സമീപത്തായി അർജുൻ ആൻഡ് എൽദോ ടു അർജുൻ ആൻഡ് അർജുൻ. രണ്ടാമത്തെ ഗോളാണ് അർജുന്റെ പേരിൽ കുറിക്കപ്പെടുന്നത് ഈ മത്സരത്തിൽ. തുടർച്ചയായ 5 ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നു KCBക്ക്. വേഗത്തിലാണ് അർജുൻ 2 ഗോളുകൾ കണ്ടെത്തി. നോക്കുക, ഗിഫ്റ്റിയാണ് ആ ഗോളിന്റെ അമരക്കാരൻ എന്ന് പറയുന്നത്. ഇത്തവണ ഒരു ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരം എന്തായിരുന്നാലും ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് നിറവഴിച്ചുകൊണ്ട് തന്റെ 2ാമത്തെ ഗോൾ കണ്ടെത്തുന്നു കോഴിക്കോട് സ്വദേശിയായ അർജുൻ. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പന്ത് നൽകിയത്. 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. ഹാഫ് ടൈം സ്കോർ KCB 5 കേരള പോലീസ് 0. കേരള പോലീസിന്റെ ടച്ചോടുകൂടി 2ാം പകുതി ആരംഭിക്കുകയാണ്. ആദ്യ പകുതി ശ്രീരാജ് ആൻഡ് ഗിഫ്റ്റി. അതിന് മുൻപ് തന്നെ റഫറി ഒരു വിസിൽ നൽകുകയാണ്. പരിക്ക് പറ്റി കിടക്കുകയാണ് അവിടെ. ജേഴ്സി നമ്പർ 27 കരുൺ ബേബിക്കാണ് ഒരു മഞ്ഞ കാർഡ് ലഭിക്കാൻ പോകുന്നത്. കരുൺ ബേബിക്ക് മഞ്ഞ കാർഡ് ലഭിക്കുകയാണ്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 5 ഗോളിന് KCB ഈ മത്സരം വിജയിച്ചിരിക്കുന്നു കേരള പോലീസിനെതിരെ.